കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 3 വാക്യത്തിൽ ദരിദ്രയായൊരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഒരിക്കൽ ശിഷ്യന്മാരും യേശുവും കൂടെ ദേവാലയത്തിൽ ഭണ്ഡാരത്തിനടുത്തിരുന്നു. ഭണ്ഡാരം എന്ന് പറഞ്ഞാൽ കാണിക്ക ഇടുന്ന സ്ഥലത്ത്. അവിടെ ഇരുന്ന് ധനവാന്മാർ കെട്ടുകണക്കിൽ പണങ്ങൾ കൊണ്ടുവന്ന് ആ കാണിക്ക വഞ്ചിയിൽ അവർ ഇട്ടിട്ട് പോകുന്നത് കണ്ടു. അങ്ങനെ ഇരിക്കെ ഒരു വിധവ സ്ത്രീ വന്ന് 2 കാശ് കൊണ്ടുവന്ന് അതിലിട്ടു. അപ്പോൾ ഇട്ടതിന് ശേഷം അവൾ പോയി. അപ്പോൾ ഈ ശിഷ്യന്മാരോട് യേശു പറയുകയാണ്, നാം വായിച്ചു കേട്ട ആ വചനം, ഇവരെല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നത് ഈ സ്ത്രീയാകുന്നു എന്ന്. അപ്പോൾ അവർക്ക് അതൊരു ആശ്ചര്യം തോന്നി. കർത്താവ് ഇതെന്തിങ്ങനെ ഇവർ അധികം ഇട്ടു എന്ന് പറയുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അവൾ തനിക്ക് ഉള്ളതെല്ലാം ഇട്ടു, തൻ്റെ ജീവനത്തിനുള്ളതെല്ലാം. തൻ്റെ കയ്യിൽ വേറെ ഒന്നുമില്ല. അവൾക്ക് പട്ടിണിയാണ്. ഈ 2 കാശും ദൈവം എൻ്റെ അവസ്ഥ അറിയുന്നു, അതുകൊണ്ട് ഞാനിത് ദൈവത്തിൽ കൊടുത്തില്ലെങ്കിലും ദൈവം ഒന്നും വിചാരിക്കത്തില്ല. ഞാൻ അടുത്ത നേരം എന്ത് ചെയ്യും? ഇത് ആയതുകൊണ്ട് ഇതിനെ കൊണ്ടുപോയി എനിക്ക് എന്തെങ്കിലും ആഹാരം വാങ്ങി കഴിക്കാം എന്നവൾ ഓർക്കാതെ തനിക്ക് ഉണ്ടായിരുന്ന ആ ഒരു 2 കാശിനെയും കൊണ്ടുവന്ന് ഇടുകയാണ്. പ്രിയ ദൈവമക്കളെ, മറ്റുള്ളവർ സമൃദ്ധിയിൽ നിന്നിട്ടു. ഇന്ന് നാം അതൊരു ആത്മീക അർത്ഥത്തിൽ നാം നോക്കുകയാണെങ്കിൽ, പ്രിയ ദൈവമക്കളെ, പഠിച്ചവരും അല്ലെങ്കിൽ ബൈബിൾ കോളേജിൽ പോയവരും അനേകരും അധികമായിട്ട് ദൈവത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ, ഞാൻ എന്ത് ചെയ്യും, എനിക്ക് പഠിപ്പറിവില്ലല്ലോ, എനിക്ക് വിദ്യാഭ്യാസം ഇല്ലല്ലോ, ഞാൻ സ്കൂളിൽ പോയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് എഴുതാനോ വായിക്കാനോ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. പ്രിയ ദൈവ പൈതലെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയ്യ എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? യേശുപ്പ, നീ ഈ പിള്ളേർക്ക് സുഖം തരണമേ, അല്ലെങ്കിൽ എൻ്റെ ആവശ്യം നിറവേറ്റി തരണമേ, അല്ലെങ്കിൽ എന്നോട് കൂടെ ഇരിക്കണമേ. നമ്മൾ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നു. അതേതുപോലെ തന്നെയാണ് നാം ഈ ലോകത്തിലുള്ള കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നാം വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും അതൊരു മിനിസ്ട്രിയാണ്. നിങ്ങൾ അറിവിൽ നിന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന താലന്ത്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആ ഒരു സമയം എല്ലാം ദൈവത്തിന് വേണ്ടി നാം വേർതിരിക്കുകയാണെങ്കിൽ, കർത്താവ് നിർബന്ധമായിട്ട് ഈ 2 കാശിട്ട വിധവയോട് കർത്താവിനൊരു മനസ്സിലൊരു സ്നേഹമുണ്ടായതുപോലെ നിർബന്ധമായും നമ്മളോടുണ്ടാകും. അല്ലാതെ ഈ അഴിഞ്ഞു പോകുന്ന ലോക സാമ്പത്തികത്തിന് വേണ്ടിയിട്ട് നാം കിടന്ന് വിപ്രാളപ്പെട്ട് പരക്കം പാഞ്ഞോടി ഒന്ന് പ്രാർത്ഥിക്കുവാനോ ബൈബിൾ വായിക്കുവാനോ അല്ലെങ്കിൽ നല്ലത് പ്രവർത്തിക്കുവാനോ ദൈവസന്നിധിയിൽ പോയി ഒന്ന് ആരാധിക്കുവാനോ അല്ലെങ്കിൽ കാണിക്ക കൊടുക്കുവാനോ ഒന്നിനും സമയമില്ലാതെ നാം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ചിലപ്പോൾ ഇങ്ങനെ ഓടിയിട്ട് നമുക്ക് കിട്ടുന്ന കുറേ പണം കൊണ്ട് നമ്മുടെ ചർച്ചിൽ കൊടുക്കുമായിരിക്കാം. നമ്മൾ ഓട്ടത്തിനിടയിൽ കിട്ടുന്ന ആ ഒരു പണത്തിനേക്കാളും കർത്താവിന് നാം ഈ 2 കാശിട്ടത് തനിക്കുള്ളത് എല്ലാം ഇട്ടു എന്ന്. അപ്പോൾ തനിക്ക് ഇടുന്നത് എല്ലാം എന്ന് പറയുമ്പോൾ ആരോഗ്യം, വിദ്യാഭ്യാസം, സമ്പത്ത്, സമയം എല്ലാം അതിൽ ചേരും. കർത്താവിൻ്റെ പ്രിയ പൈതലെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, ഈ വിധവ ഇട്ട ആ ഒരു 2 കാശ് വിട്ടതുപോലെ, അവൾ തനിക്കുള്ളതെല്ലാം ഇട്ടതുപോലെ, കർത്താവ് ഈ ഭൂമിയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സമയം, നമുക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, നമുക്ക് തന്നിരിക്കുന്ന സാമ്പത്തികം എല്ലാത്തിൽ കൂടെയും ദൈവത്തിനെ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ പൂർണ്ണ മനസ്സോട് അങ്ങേ പിൻപറ്റി വരുവാനും ഓരോരുത്തർക്കും കൃപ നൽകണമേ. അങ്ങയുടെ രാജ്യത്തിൽ വന്നു ചേരുവോളം അങ്ങ് കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.